ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണക്കിലെ ഒരു ട്രിക്കാണ്. അതായത് എങ്ങനെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഗുണനം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ സ്ക്രീനിൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ സെയിം ആണ് അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യന് 44 × 46, അതിൻ്റെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് 4 ആണ്. അതായത് ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ സെയിം ആണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് വൺസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 10 കിട്ടണം. വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്? 4ഉം 6ഉം. അത് തമ്മിൽ കൂട്ടുമ്പോൾ 4ഉം 6ഉം 10 വരും. ഇങ്ങനെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ഈസി ട്രിക്കുണ്ട്. അതായത് ആൻസറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിലെ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 4 × 6 24 എന്ന് വരും. ഇനി ഫസ്റ്റ് 2 ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് എടുക്കുക, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. അതായത് ഇവിടെ ടെൻസ് പ്ലേസിലുള്ള 4 അല്ലേ, 4ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 5, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4 × 5 20 എന്ന് വരും. സോ 2024 ആണ് ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34 × 36. ഈ ക്വസ്റ്റ്യനിലും ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് സെയിം ആണ്, 3 ആണ്. ഇനി വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് ഏതൊക്കെയാണ്? 4ഉം 6ഉം. അത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 + 6 10. സോ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. സോ ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 4 × 6 24 എന്ന് വരും. ഇനി ഫസ്റ്റ് 2 ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിലെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റിനെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 ആണ് ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 4 വരും. സോ 3 × 4 12 എന്ന് വരും. സോ ആൻസർ എന്താണ്? 1 2 2 4. ക്ലിയർ ആയോ? ഈ ട്രിക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ജസ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം. 78 × 72 ആണ് അല്ലേ. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് സെയിം ആണോ എന്ന് നോക്കണം. ഇവിടെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് സെയിം ആണ്, 7. ഇനി സെക്കൻഡ് കണ്ടീഷൻ ഏതാണ്? വൺസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 10 കിട്ടണം. സോ 8 + 2 10. അതും സാറ്റിസ്ഫൈഡ് ആയി. സോ നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്യാം. എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യനിലെ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 8 × 2 16 എന്ന് വരും. പിന്നെ ഫസ്റ്റ് 2 ഡിജിറ്റ്സ് കിട്ടാൻ വേണ്ടി ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റിനെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. സോ ഇവിടെ ടെൻസ് പ്ലേസിലുള്ളത് 7 ആണ്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 8 വരും. സോ 7 × 8 എന്ന് പറയുന്നത് 56 ആണ്. സോ 5616 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 71 × 79. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് സെയിം നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണല്ലേ. ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് രണ്ടിൻ്റെയും സെയിം ആണ്, 7 ആണ്. വൺസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1 + 9 10. അപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. സോ നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാം. എന്തായിരിക്കും ആൻസർ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വൺസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 × 9 9 എന്ന് വരും. ഇവിടെ പ്രത്യേക ഒരു കാര്യം ഓർക്കുക. നമ്മൾ ഇത്രയും നേരം എഴുതിയ എല്ലാ ക്വസ്റ്റ്യനിലും വൺസ് പ്ലേസിലുള്ള ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 അക്ക സംഖ്യയായിരുന്നു കിട്ടിയിരുന്നത്, അതായത് 2 ഡിജിറ്റ് നമ്പർ. പക്ഷേ ഈ കേസിൽ ഒരക്കവേ ഉള്ളൂ. സോ അന്നേരം എന്ത് ചെയ്യണം? അതിനെ 2 ഡിജിറ്റാക്കി മാറ്റുക. 9നെ നമുക്ക് 09 എന്ന് എഴുതിക്കൂടെ. സോ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 09 ആണ്. ഇനി ഫസ്റ്റ് 2 ഡിജിറ്റ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിലെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റിനെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 7 ആണ് ടെൻസ് പ്ലേസിലുള്ളത്, ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 56 എന്ന് വരും. സോ 5609 ആണ് ആൻസർ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഓൾ.